ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുഞ്ഞു മക്കളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു പാർട്ടിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ അടുത്തിടെ ഗ്രില്ലുണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒമാനിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ഗ്രില്ലാക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റായി വന്നിട്ട് ഞങ്ങളൊരു അടിപൊളി ഗ്രില്ല് പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കത്തെ ഡാൻസുകളും പാട്ടുകളും ഒക്കെയാണ് ഈ കാണുന്നത്. ഇത് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും അവസാനം എടുത്ത വീഡിയോ ആണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ചെക്കന്മാരെ നമ്മൾ തിരിഞ്ഞു നിർത്തി ഡാൻസ് കളിപ്പിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഡാൻസിൻ്റെ കാര്യത്തിൽ വട്ടപ്പൂജയാണെങ്കിലും വൈബിൻ്റെ കാര്യത്തിൽ 100-ൽ 100. അതുകൊണ്ട് നമ്മൾ ഏത് സ്റ്റെപ്പും എവിടെ വെച്ചും എങ്ങനെ വിടും. പിന്നെ നമ്മളിന്ന് പെൺപിള്ളേർക്കെല്ലാം റെസ്റ്റായിരുന്നു. സാധാരണ വീട്ടിലെപ്പോഴും പാർട്ടി വെച്ചാൽ നമ്മൾ പെൺപിള്ളേർക്കാണ് എപ്പോഴും പണി വരിക. ഇന്ന് നമ്മൾ ഔട്ട്ഡോർ പാർട്ടി ആയതുകൊണ്ട് ചെക്കന്മാരാണ് ചിക്കൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ. അപ്പം പെൺപിള്ളേർക്ക് കംപ്ലീറ്റ്ലി റെസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫോട്ടോ എടുപ്പും റീൽസും പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും പറയണമല്ലോ, നമ്മുടെ ചെക്കന്മാരെല്ലാം അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചിക്കനൊക്കെ ചുട്ടു, കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു. പിന്നെ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും, ആളുകളെ പോകുന്നതും പിക്ക് ചെയ്യുന്നതും ക്യാമ്പ് ഫയറിൻ്റെ തീ ഒരുക്കുന്നതും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു ഡാൻസും പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ചാടുന്ന ഡാൻസുകളും വീഡിയോകളും ഒക്കെ കുറേ എടുത്തു. അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല നിമിഷങ്ങളും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഈ വീഡിയോ ഒക്കെ പിന്നീട് കാണുമ്പോഴാണ് മനസ്സിലായത് വന്നതും നിന്നതും പോയതും എല്ലാം കണക്കാണെന്ന്. എല്ലാവർക്കും ഒരേപോലെ ഫോട്ടോ പ്രാന്തും വീഡിയോ പ്രാന്തും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആരെയും മിസ്സാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ റിംഗ് ലൈറ്റ് എടുത്തിട്ടാണ് പോയത്. അതൊരു സൈഡിൽ ലൈറ്റ് എത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും വീഡിയോ ഒരുമിച്ച് നമുക്ക് ഒരേ ഫ്രെയിമിൽ കിട്ടാൻ നോക്കി. കാരണം നമുക്ക് മറ്റാരും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് വൈകുന്നേരം ആകും തോറും തണുപ്പ് കൂടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അടിപൊളിയായിരുന്നു. നല്ല ചൂടൊക്കെയുള്ള ഫീലാണ്. പിന്നെ അല്ലാതെ തന്നെ നമ്മളെല്ലാവരും ജാക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. ഇങ്ങനെ ഒരു ഗ്യാതറിങ് കൂടണമെന്ന് ഞങ്ങൾ ആലോചിച്ച സമയം തന്നെ ലൊക്കേഷൻ എവിടെ വെക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള അമരാത്ത് പാർക്കിൽ വെക്കാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ മസ്കറ്റ് നൈറ്റ് ജനുവരി 1 മുതൽ തുടങ്ങിയേക്കുന്നുണ്ട്. അവിടെ റഷ് ആയിരിക്കും എന്ന് കരുതി നമ്മൾ വേറൊരു സ്പോട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ സ്പോട്ട് കിട്ടിയത്. പക്ഷേ നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. താഴെ മണ്ണായിരിക്കും എന്ന് കരുതിയാണ് ഞങ്ങളവിടെ പോയത്. പക്ഷേ താഴെയെല്ലാം മെറ്റിലിട്ട് പാകിയേക്കുമായിരുന്നു. അതുപോലെ തന്നെ 2 ദിവസം മുന്നേ നന്നായിട്ട് പൊടിക്കാറ്റുണ്ടായതുകൊണ്ട് തന്നെ പൊടിയും ചിക്കനും ഒക്കെ മിക്സ് ചെയ്ത് ചിക്കൻ വേണോ കഴിക്കാൻ, എങ്ങനെയാവും ഗ്രില്ലെന്നൊക്കെ ഞങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളി പരിപാടിയായിരുന്നു. ക്ലൈമറ്റൊക്കെ ഒക്കെ ആയിരുന്നു. തണുപ്പ് അധികം ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും നല്ല തണുപ്പ് ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ നല്ല ചൂടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പാകത്തിനുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. നമ്മൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്കും നമ്മുടെ ജോലിയുടെ പ്രഷറും അങ്ങനെയുള്ള മറ്റു പല എല്ലാ കാര്യങ്ങളുടെ ഇടയ്ക്ക് നമുക്കിതൊക്കെ നല്ലൊരു റിലീഫാണ്. പിന്നെ നമ്മൾ എല്ലാമായിട്ട് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും അടുത്ത കാലത്തൊന്നും നടക്കത്തില്ല. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ വരാനുള്ളത് വഴി തെങ്ങത്തില്ല. ഏതെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ചാണേലും വരും. ഈ പാർട്ടി കൂടിയപ്പോൾ മുതൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും ഏറ്റവും കൂടുതൽ ഓർത്തതും ഞങ്ങളുടെ ബെഹ്റിൻ ഗ്യാങ്ങിനെയാണ്. ഇതുപോലെ അടിച്ചു പൊളിച്ച 4 വർഷങ്ങൾ ഞങ്ങൾക്ക് ഇതുപോലെ ബെഹ്റിലുണ്ടായിരുന്നു. ഗ്രില്ലും പാർട്ടിയും. എനിക്ക് തോന്നുന്നു ഡ്യൂട്ടി കൂടിയതിനേക്കാൾ പാർട്ടി കൂടിയതാണ് ഓർമ്മ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ടീം. ബെഹ്റിൻ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജിയാണ്. എന്നാൽ ചോദിക്കാൻ നിങ്ങളെന്താ അവിടെ നിൽക്കാൻ? നമുക്കെല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളില്ലേ? ഓരോരോ വഴിത്തിരിവുകളിൽ പോയ വഴിക്ക് അവിടെ ഇവിടെയൊക്കെ പെട്ടുപോയതാണ്. എന്നാലും ബെഹ്റിൻ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയും നല്ല കുറേ ഓർമ്മകളുമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തിനേക്കാൾ ഉപരി ആളുകളാണ് നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നത്. പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെയോ പോയി തിരിച്ച് വീണ്ടും നമുക്ക് ചിക്കൻ ഗ്രില്ലിലെത്താം. ചെക്കന്മാരാണ് ചിക്കൻ ചുട്ടതെങ്കിലും ഫോട്ടോയുടെ ക്രെഡിറ്റും വീഡിയോയുടെ ക്രെഡിറ്റും ഒക്കെ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സ്പൂണൊക്കെ പിടിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ചുമ്മാ അതൊരു ഷോയാണ്, പ്രകടനം മാത്രം. പിന്നെ കുട്ടികൾക്ക് നമുക്ക് കസേരകളെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കസാരകൾ ഇവരുടേത് കോമഡിയാണ്. ഇവരെത്ര കറങ്ങിയിട്ടും എത്ര കസാര ഇരുന്നിട്ടും ഇവരാരും ജയിക്കുന്നില്ല. ആരൊക്കെയോ വരുന്നു പോകുന്നു, തോറ്റവർ വീണ്ടും വരുന്നു, വീണ്ടും ആ ഫ്രെയിമിൽ തോറ്റവരും ജയിച്ചവരും എല്ലാവരും കൊണ്ടുള്ളൊരു മത്സരമായിരുന്നു. ആദ്യം 2 പേരായിരുന്നു, പിന്നെ 4ആയി, 4 പേര് 3ആയി, 3 പേര് 2ആയി, എങ്ങനെയൊക്കെയോ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് വലിയ ആൾക്കാർ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നു. കുട്ടികളേതാ വലിയവരേതാണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലുള്ള പോക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ കസേരകൾ കഴിഞ്ഞപ്പോൾ വലിയവർക്ക് കസേര കളിക്കണമെന്ന് നിർബന്ധമായും. അതും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ. കുട്ടികൾ കളിക്കുന്നതിനേക്കാളും കഷ്ടമായിട്ടാണ് വലിയവർ കളിക്കുന്നത്. കുട്ടികളേതാ വലിയവരേതാണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കള്ളക്കളി അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അവസാനം ഓടുന്ന 2 പേരിലെ കസേരയുടെ എൻ്റെ എത്തുമ്പോൾ അറിയാം ആരാണ് ജയിക്കുന്നതെന്ന്. ആ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഓടി കസേര കളിക്ക് ജയിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. പിന്നെ കുട്ടികളെ എടുത്ത് ഫയറിൻ്റെ മുന്നിൽ ചുമ്മാ ചൂടാണെന്നും പറഞ്ഞ് ആക്ടിങ്ങും ഇതും ഷോയാണ്. പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങളുടെ തല ഞങ്ങൾക്ക് കാണിക്കണമെന്ന് നിർബന്ധമായതുകൊണ്ട് ഞങ്ങൾ കുറേ വീഡിയോ എടുത്തു.